അല്ല, അതിനകത്ത് നിന്നുകൊണ്ട് വിമർശിക്കുമ്പോൾ അത് നമ്മുടെ മുൻകാല ചേകന്നൂർ മൗലവി അങ്ങനെയുള്ള അവരുടെയൊക്കെ ഹിസ്റ്ററി ഉണ്ട്. നിങ്ങളൊന്ന് സൂക്ഷിക്കുക, അത്രേ പറയാനുള്ളൂ. മിസ്റ്റർ ഡി, ഞാൻ അതിന് ഉത്തരം പറയാം. അവിടെ ഞാൻ മിണ്ടല്ലേ, ഞാൻ പറയാം. മിസ്റ്റർ ഡി, താങ്കൾ മനസ്സിലാക്കണം, ഒരു ഇന്ത്യൻ പൗര അല്ലെങ്കിൽ ഒരു പൗരൻ അവർക്ക് പറയുന്ന നമുക്കിവിടെ അടിസ്ഥാന ഗ്രന്ഥം ഒരു മതഗ്രന്ഥവുമല്ല. നമുക്കിവിടെ അടിസ്ഥാന ഗ്രന്ഥമായിട്ട് ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയുടെ 51 ഏജിൽ നമുക്ക് സമൂഹത്തിൽ നമ്മൾ സ്വയം പരിവർത്തനപ്പെടുത്തേണ്ടതിന്റെ ബാധ്യത സൂചിപ്പിക്കുന്ന ഒരു വാചകമാണ് 51 AH അത് തന്നെ 51 തന്നെയാണ്. അതിൻ്റെ അത് പറയുന്നുണ്ട്, നമ്മൾ ശാസ്ത്രീയ മനോവൃത്തി സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വയം പ്രവർത്തിക്കുകയും നമ്മൾ സ്വയം പരിവർത്തനപ്പെടുകയും സമൂഹത്തിൽ മറ്റുള്ള ആളുകളെ പരിവർത്തനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കേണ്ടതും ഓരോ ഭാരത പൗരന്റെയും പൗരയുടെയും കടമയാണ്. അങ്ങനെ ഒരു കടമ ഇവിടെ ഭരണഘടനാപരമായിട്ടാണ് ഞങ്ങൾ നിവർത്തിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾ മതത്തിന്റെ താങ്ങിയിട്ടില്ല. മതവിശ്വാസികളായി ജനിച്ചാലും അതിൽ നിന്നൊക്കെ വിമുക്തി പ്രാപിച്ചുകൊണ്ട് ഇതല്ല സയന്റിഫിക് ടെമ്പർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ പുതിയ ശാസ്ത്രീയ മേഖലകളുടെ പിന്തുണകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് പ്രചോദിപ്പിക്കേണ്ടത് ഓരോ ഭാരതീയ പൗരന്റെയും പൗരയുടെയും കടമയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ. താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലബ്ബ് ഇങ്ങനെയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്? എന്തെങ്കിലും ശമ്പളമോ എന്തെങ്കിലും കിമ്പളമോ കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ഇതൊക്കെ നമ്മൾ ഒരു ശാസ്ത്രീയ മനോവൃത്തി സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 കേസുകൾ എടുക്കാം. 295A, 153A. ഈ കേസുകൾ പ്രകാരം നിങ്ങൾ കേസ് കൊടുത്തോളൂ. നമ്മൾ കേസ് കൊടുക്കരുതെന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷെ നിങ്ങളുടെ മതവികാരം വ്രണപ്പെട്ടിട്ട് നിങ്ങളുടെ ദൈവങ്ങൾക്ക് ശക്തിയില്ലാതെ നിങ്ങൾ ദൈവങ്ങളെ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ അപകീർത്തിപ്പെടുത്തിയെങ്കിൽ ആ ദൈവം ഞങ്ങളെ ശിക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് പോലും ഇല്ല എന്ന് അതും പോലും മനസ്സിലാക്കാതെ നിങ്ങൾ ദൈവത്തിന്റെ ശിക്ഷ സ്വയം ഇവിടെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിന് ശക്തിയില്ല എന്ന് തന്നെ തെളിയിക്കുന്നതാണ് നിങ്ങളുടെ ഈ ഭീഷണികൾ ഞങ്ങളെ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളാണോ ദൈവത്തെ കഴിവില്ല.